തുലാമാസത്തിലെ ഷഷ്ടി, മഹാസ്കന്ധ ഷഷ്ടി. കുറച്ച് കൊല്ലങ്ങളായിട്ട് എനിക്ക് ഈ വ്രതം മുടങ്ങാതെ എടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. വ്രതമായതുകൊണ്ട് തന്നെ കുളിച്ച് ശുദ്ധമായതിന് ശേഷം അന്ന് കുടിക്കുന്ന വെള്ളം പോലും തിളപ്പിക്കാവൂ എന്നാണ് പറയുക. തുലാവർഷമായതുകൊണ്ട് തന്നെ നല്ല അസല മഴയുണ്ട് രാവിലെ. കുന്നംകുളത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറിയിട്ട് അടുപ്പുട്ടി പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള അയിനിക്കുളങ്ങര സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ് രാവിലെ പോയത്. ഷഷ്ടിയല്ലേ, അദ്ദേഹത്തെ കാണാതിരിക്കാൻ വയ്യല്ലോ. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ അത്, പറയാതെ വയ്യ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കുന്നംകുളത്ത് വരാച്ചാൽ ഈ അമ്പലത്തിലും വരണം കേട്ടോ. വ്രതം പ്രമാണിച്ചിട്ട് പാല് ചേർക്കാത്ത റാഗി കുറുക്ക് പ്രാതലിനും ഉള്ളി ചേർക്കാത്ത തൈര് സാദം ഉച്ചയ്ക്കും കഴിച്ചു. വൈകിട്ട് നാമൊക്കെ ജപിച്ചതിന് ശേഷം മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, അരമുറി സീതപ്പഴം എന്നൊക്കെ കഴിച്ചു. പക്ഷേ മുളക് കുഴച്ചത് കുറച്ച് കൂടിപ്പോയി. വ്രതത്തിൻ്റെ അന്ന് മുരുകൻ്റെ ചേട്ടനെ കാണാൻ പറ്റില്ല, അതിലും സന്തോഷം. അപ്പം ശരി, ടാറ്റ.